പെസഹ വ്യാഴം നമ്മൾ സ്നേഹത്തിൻ്റെയും എളിമയുടെയും തിരുനാളായിട്ടാണ് ആഘോഷിക്കപ്പെടുന്നത്. പെസഹ എന്നാൽ കടന്നുപോക്ക് എന്നാണ് അർത്ഥം. അടിമത്തത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്കുള്ള കടന്നുപോക്ക്. എന്നാൽ പുതിയ നിയമത്തിൽ ഇത് യേശുക്രിസ്തു തൻ്റെ ശരീരവും രക്തവും പങ്കുവെച്ചുകൊണ്ട് നമുക്ക് നൽകിയ പുതിയ ഉടമ്പടിയുടെ രാത്രിയാണ്. ഈ രാത്രി പ്രധാനമായും 3 കാര്യങ്ങളാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഒന്നാമതായി വിശുദ്ധ കുർബാനയുടെ സ്ഥാപനം, രണ്ടാമതായി പൗരോഹിത്യത്തിൻ്റെ വിളംബരം, മൂന്നാമതായി പരസ്പരം സ്നേഹിക്കുവിൻ എന്ന പുതിയ കൽപ്പന. പാദം കഴുകൽ ശുശ്രൂഷയിലൂടെ ഈശോ നമ്മളെ എളിമയുടെ പാഠം പഠിപ്പിക്കുന്നു. യോഹന്നാൻ 13-ാം അധ്യായത്തിൽ യേശു ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുന്നതായി നാം കാണുന്നു. അന്നത്തെ കാലത്ത് അതിഥികളുടെ പാദങ്ങൾ കഴുകുന്നത് ഏറ്റവും താഴേക്കിടയിലുള്ള ദാസന്മാരായിരുന്നു. എന്നാൽ ഗുരുവായ യേശു ആ ദാസന്റെ ജോലി ഏറ്റെടുത്തു. ക്രിസ്തീയ ജീവിതത്തിൽ അധികാരം എന്നത് മറ്റുള്ളവരുടെ മേൽ ആധിപത്യം പുലർത്താനല്ല, മറിച്ച് മറ്റുള്ളവരെ സേവിക്കാനാണെന്ന് യേശു നമ്മളെ പഠിപ്പിച്ചു. ഇന്നത്തെ ചിന്താവിഷയം: നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരെ താഴ്ന്നവരായി നമ്മൾ കാണുന്നുണ്ടോ? മറ്റൊരാളെ സഹായിക്കാൻ നമ്മുടെ അഭിമാനം തടസ്സമാകുന്നുണ്ടോ? നമുക്കതിനെക്കുറിച്ച് ഇന്ന് ചിന്തിക്കാം. വിശുദ്ധ കുർബാന പങ്കുവെക്കലിന്റെ സ്നേഹമാണ്. തൻ്റെ മരണത്തിന് തൊട്ടുമുമ്പ് യേശു അന്ത്യത്താഴം കഴിക്കുമ്പോൾ അപ്പം എടുത്ത് വാഴ്ത്തി മുറിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് പറഞ്ഞു, ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എൻ്റെ ശരീരമാവുന്നു. യേശു തൻ്റെ ജീവൻ നമുക്കായി മുറിച്ചു നൽകി. കുർബാന എന്നത് കേവലം ഒരു ചടങ്ങല്ല, മറിച്ച് പങ്കുവെക്കലിൻ്റെ കൂടി വലിയൊരു സന്ദേശമാണ് നമുക്ക് തരുന്നത്. ഒരേ അപ്പത്തിൽ നിന്ന് പങ്കുചേരുന്നവർ തമ്മിൽ ഭിന്നത പാടില്ല. അത് സ്നേഹത്തിൻ്റെ ഐക്യമാണ്. നമുക്കുള്ളതിനെ മറ്റുള്ളവരുമായി പങ്കുവെക്കുവാൻ നമ്മൾ തയ്യാറാണോ? നമ്മുടെ വാക്കും പ്രവൃത്തിയും മറ്റുള്ളവർക്ക് ജീവൻ നൽകുന്നതാണോ അതോ വേദന നൽകുന്നതാണോ എന്ന് നമുക്ക് ചിന്തിക്കാം. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ എന്നതായിരുന്നു യേശു ആ രാത്രിയിൽ നൽകിയ ഏറ്റവും വലിയ സന്ദേശം. ലോകം സ്നേഹിക്കുന്നത് പലപ്പോഴും ലാഭം നോക്കിയാണ്. എന്നാൽ യേശു സ്നേഹിച്ചത് ശത്രുവിനെ പോലും ഉൾക്കൊള്ളുന്ന ത്യാഗപൂർണമായ സ്നേഹത്തോടു കൂടിയാണ്. ഈ പെസഹ രാത്രിയിൽ നമ്മുടെ ഉള്ളിലെ വെറുപ്പും വിദ്വേഷവും കഴുകിക്കളഞ്ഞ് യേശുവിനെ പോലെ മറ്റുള്ളവരെ സ്നേഹിക്കാൻ നമുക്ക് തീരുമാനമെടുക്കാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങ് കാണിച്ചു തന്ന ആ വലിയ എളിമയും സ്നേഹവും ഞങ്ങളുടെ ജീവിതത്തിലും പ്രാവർത്തികമാക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.